ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഗവൺമെന്റിന് വേണ്ടി ഈ പ്രതിയെ ചോദ്യം ചെയ്യാൻ ഉത്തരവുണ്ടാവണം. യെസ്, പ്രൊസീഡ്. നിങ്ങളുടെ പേരെന്താണ്? ഇതാ. ഞാൻ നിങ്ങളുടെ തൊഴിലല്ലേ ചോദിച്ചത്? പേരാണ് ചോദിച്ചത്. എന്റെ പേരും തൊഴിലുമെല്ലാം ഒന്ന് തന്നെ. നിങ്ങൾ എന്തിനാണ് ഈ തൊഴിൽ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ തൊഴിൽ ചെയ്യുന്നത്? ജീവിക്കാൻ വേണ്ടിയല്ലേ? ഞാൻ എന്റെ തൊഴിൽ ചെയ്യുന്നതും ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. എനിക്കറിയാവുന്ന ഏക തൊഴിൽ മോഷണം മാത്രമാണ്. മറ്റൊന്നും എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചില്ല. യുവർ ഓണർ, അപ്പോൾ പ്രതി ഭാരതി അമ്മയുടെ ബംഗ്ലാവിൽ കയറിയത് മോഷ്ടിക്കാൻ വേണ്ടി തന്നെ അല്ല. ഞാൻ ആ ബംഗ്ലാവിൽ പോയത് എന്റെ അമ്മയെ കാണാനാണ്. അമ്മയോ? നിങ്ങളുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയുണ്ട്. ആരാണവർ? ഈ കേസിലെ ഒന്നാം സാക്ഷി ആയിരിക്കുന്നതാണ് എന്റെ അമ്മ. മോഷണ കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാൻ പ്രതി മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു അപവാദമാണിത്. അല്ല, ഇത് എന്റെ അമ്മയാണ്. ബഹുമാനപ്പെട്ട കോടതി സമ്മതിച്ചാൽ എനിക്കിത് തെളിയിക്കാനാവും. ഓൾ റൈറ്റ്, പ്രൊസീഡ്. വക്കീലിന് വിസ്തരിക്കാം. എന്റെ അമ്മയെ തിരിച്ചറിയാൻ എനിക്ക് മാത്രമേ കഴിയൂ. അതൊരു വക്കീലിനാവില്ല. സരസ്വതിയമ്മ, ഭാരതിയമ്മ, സരസ്വതിയമ്മ, ഭാരതിയമ്മ, സരസ്വതിയമ്മ, ഭാരതിയമ്മ. അമ്മേ, എന്നെ നോക്കൂ അമ്മേ. നിങ്ങൾ എന്റെ അമ്മയല്ലേ? അല്ല. നിങ്ങളുടെ പേര് ഗോമതിയമ്മ എന്നല്ലേ? അല്ല. നിങ്ങളുടെ ഭർത്താവിന്റെ പേര് കൃഷ്ണൻ നായർ എന്നല്ലേ? അല്ല. നിങ്ങളുടെ സ്ഥലം അഞ്ചാലുമൂടല്ലേ? അല്ല. ഒരിക്കലെങ്കിലും നിങ്ങൾ അവിടെ പോയിട്ടുണ്ട്? ഇല്ല. എന്നെ പ്രസവിച്ചത് നിങ്ങളല്ലേ അമ്മേ? അല്ല. ഈ കയ്യിൽ കള്ളനെന്ന് പച്ചകുത്തിയതിനെ പറ്റി അമ്മ ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാം? മൂർഖനെ പറ്റാലും മുള്ളുകൊള്ളാതെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് മാധവ്. നിങ്ങൾക്ക് ഒരു ഹൃദയമില്ലെന്നുണ്ടോ? യുവർ ഓണർ, ബഹുമാനിയായ സ്ത്രീയെ മനഃപൂർവ്വം അവമാനിക്കാനാണ് എതിർകക്ഷി ശ്രമിക്കുന്നത്. പ്രസക്തിയുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കൂ. ഒരു മകന് സ്വന്തം അമ്മയേക്കാൾ പ്രസക്തിയുള്ളതായിട്ട് മറ്റൊന്നുമില്ല. അമ്മയെ തള്ളിപ്പറയുന്ന മകനുണ്ടായെന്ന് വരാം, ഭർത്താവിനെ തള്ളിപ്പറയുന്ന ഭാര്യ ഉണ്ടായെന്ന് വരാം. ഏത് ബന്ധവും നിമിഷം കൊണ്ട് മുറിച്ചു മാറ്റാം. എന്നാൽ 10 മാസം ഇട്ടുതൂക്കി നൊന്തുവെച്ച സ്വന്തം മകനെ തള്ളിപ്പറയുന്ന ഒരു അമ്മയെ ഈ ലോകം ആദ്യമായിട്ടാണ് കാണുന്നത്. അതും എന്റെ അമ്മ. അമ്മേ, ഒരു പ്രാവശ്യം എന്നെ മോനെ എന്ന് വിളിക്കൂ അമ്മേ.